എറണാകുളം മലയുടെ ദുരിതത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവിടെയുള്ള പ്രദേശവാസികളെ സന്ദർശിക്കുകയാണ്. മലയുടെ ദുരിതത്തിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സന്ദർശിച്ച് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി. മലയുടെ ദുരിതത്തിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സന്ദർശിക്കുകയായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. കഴിഞ്ഞ ദിവസങ്ങളിലും DYFIയും ഇപ്പോൾ CPM-ഉം ഇന്നവിടെ ഐക്യദാർഢ്യ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പോലീസ് നടപടി ഉണ്ടായ ദിവസവും CPM പ്രവർത്തകർ അവിടെ ചെറുത്തുനിൽപ്പുകയെത്തിയിരുന്നു. അവിടെ താമസിക്കുന്ന 8 കുടുംബങ്ങൾക്കൊപ്പം ഇന്ന് CPM നേതാക്കൾ നേരത്തെയും ആവർത്തിച്ചതാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകുന്നുണ്ടെന്ന് ഹൈക്കോടതിയിൽ സർക്കാരിൻ്റെ അഭിപ്രായം അറിയിക്കും. ഈ കുടിയൊഴിപ്പിക്കൽ ഒഴിവാക്കണം എന്ന് അല്ലെങ്കിൽ നീട്ടിവെക്കണമെന്ന അഭ്യർത്ഥനയാകും മുന്നോട്ട് വെക്കുക. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോകാം എന്നുമാണ് കഴിഞ്ഞ ദിവസം ഈ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുമായി മന്ത്രി റോജി അടക്കമുള്ളവർ നടത്തിയ ചർച്ചയിൽ എറണാകുളം കളക്ടറേറ്റിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായത്. ഇപ്പോൾ ആ പ്രദേശത്ത് സന്ദർശനം നടത്തുകയാണ് എം വി ഗോവിന്ദൻ. CPI സംസ്ഥാന സെക്രട്ടറി ലാൽ കൃഷ്ണൻ ചേരുന്നുണ്ട്. ലാൽ, ഇന്ന് അദ്ദേഹം പ്രസംഗത്തിലടക്കം അവിടെ എത്ര കാലമായി, എത്ര തലമുറകളായി അവിടെ ആ കുടുംബങ്ങൾ താമസിക്കുന്നതെന്ന് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ നിയമ നടപടികൾ ഒരു വഴിക്ക് തുടരുകയാണ്. അപ്പോഴാണ് രാഷ്ട്രീയമായ ഒരു പ്രതിരോധം കൂടി ഒരു വശത്ത്. ഈ സംഭവത്തിന് പിന്നാലെ, അതായത് 2021 വിധി വന്നതിന് പിന്നാലെ 2023 ആദ്യമായിട്ട് അഭിഭാഷക കമ്മീഷൻ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അന്ന് മുതൽ തന്നെ ഈ സമരത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത് CPIM തന്നെയാണ്. കൃത്യമായ പ്രതിരോധം തീർത്തുകൊണ്ട് അഭിഭാഷക കമ്മീഷനെയോ അല്ലെങ്കിൽ പോലീസിനെയോ അകത്തേക്ക് കയറാൻ ഒരു തരത്തിൽ പോലും, ഒരു ഘട്ടത്തിൽ പോലും അനുവദിക്കാതെയായിരുന്നു CPIM ആ പ്രതിരോധ കോട്ട തീർത്തത്. അതിന് 15-ാം തവണ, അതായത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആദ്യമായിട്ട് ഭംഗം വരുന്നത്. പോലീസ് ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതും ഇവിടെയുള്ള ആളുകൾക്ക് മർദ്ദനമേൽക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നതും. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ CPM ഇതിൽ സജീവമായി ഇടപെടുകയായിരുന്നു. CPM മാത്രമല്ല, CPM-ന്റെ പോഷക സംഘടനകൾ, വർഗ ബഹുജന സംഘടനകളെല്ലാം തന്നെ അതിന് പിന്തുണയുമായി രംഗത്തെത്തി. അന്ന് ബുധനാഴ്ച വൈകിട്ട് മുതൽ ഇവിടെ പ്രതിരോധവും പ്രതിഷേധവുമായിട്ട് ഇടതുപക്ഷ സംഘടനകളുണ്ട്. അതിൻ്റെ ഭാഗമായി തുടരുന്ന പ്രതിഷേധത്തിൻ്റെ ദിവസമായിട്ടാണ് ഇന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തിയിരിക്കുന്നത്. അവർക്ക് പൂർണ്ണമായ പിന്തുണയും ഈ വിഷയത്തിൽ ഉറപ്പു നൽകുന്നുണ്ട്. കോടതിയിൽ ഈ വിഷയം നിലവിൽ സർക്കാർ കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബദലായി അതിന് ഒപ്പമായി തന്നെ CPM-ന്റെ ഭാഗത്തുനിന്നുള്ള പിന്തുണയും തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കോടതിയിൽ സർക്കാർ ഈ വിഷയത്തിൽ സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. കോടതിയിൽ നിന്ന് അനുമതിയും ചോദിക്കും. അതോടൊപ്പം തന്നെ അഭിഭാഷക കമ്മീഷന്റെ കഴിഞ്ഞ ദിവസത്തെ വിസിറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് സർക്കാർ പോലീസ് പിന്തുണ നൽകില്ല എന്നൊരു കാര്യം കൂടി ഉറപ്പ് നൽകിയിരുന്നു. അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദൻ ഈ പ്രദേശത്തെത്തി ഈ 8 കുടുംബങ്ങളെയും സന്ദർശിച്ച് അവർക്ക് ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവർക്ക് പിന്തുണ നൽകുന്നതിനും വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ സമരം ഇതുപോലെ തന്നെ തുടരും. ഇന്ന് കോടതി ഈ വിഷയം പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും കോടതിയിൽ എടുക്കുന്ന നിലപാട്, കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതെല്ലാം ഇതോടൊപ്പം തന്നെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലുള്ള പ്രതികരണവും വളരെ ശ്രദ്ധേയമായി തന്നെ പോകും. പക്ഷേ ഈ കുടുംബങ്ങൾ ഈ വിഷയം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ നീക്കം ഉണ്ടാവില്ല. അത് ഗവൺമെന്റ് മാറിയോടെ അതിന് മുമ്പ് ഇവർ പോലീസുകാർ കോടതിയുടെ ആഹ്വാനത്തിനനുസരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവർ സമ്മതിച്ചില്ല. അന്നൊക്കെ ഇവിടെ ജനങ്ങൾ ശക്തിയായ രീതിയിൽ, ശ്രീരഞ്ജൻ ഉൾപ്പെടെയുള്ളവർ ശക്തിയായിട്ട് വന്നു ഇവർക്ക് പിന്തുണ നൽകി നിന്നു. അവർക്ക് കടന്നാക്രമണം നടത്താനുള്ള സൗകര്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നില്ല, അനുവദിക്കുന്ന നിലയുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗവൺമെന്റ് മാറിയ ഉടനെ തന്നെയാണ് ഇവർ 2-3 ദിവസം കൊണ്ട് പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ളൊരു കടന്നാക്രമണം നടത്താൻ കഴിയും എന്ന് വിചാരിച്ചത്. രോഗികൾ, കുട്ടികളായിട്ടുള്ളവർ പോലും ഈ അടിച്ചു. അങ്ങോട്ട് വാ. ഇവരെ അടിച്ച് തലക്ക് ഇവിടെ അടിച്ചു. ഇപ്പോൾ വേദനയുണ്ട് അല്ലേ? വീർത്തിരിക്കാം. അതായത് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളെ സന്ദർശിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം CPM നേതാക്കളും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.